ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തുലിപ്പ് ഫ്ലവേഴ്സാണ്. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈർക്കിലാണ്. ഈർക്കിലില്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ കമ്പി ഉണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്ര നീളമൊന്നും കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടി നല്ല നീളം ഉണ്ടെങ്കിൽ കൊള്ളാമായിരിക്കും കാണാൻ തന്നെ. പിന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്രീപ്പ് പേപ്പേഴ്സാണ്. അത് ഈ ഒരു വിധത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മടക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു തുലിപ്പ് ഫ്ലവറിന് 3 ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതേ കണക്ക് ആ തമ്പ് അതേ കണക്ക് വെച്ചിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇത്തിരി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ടത് നല്ലപോലെ ഗ്ലൂ വെച്ച് നല്ലപോലെ ഒട്ടിക്കുക. ഈ ഭാഗമാണ് നിങ്ങളെ തുലിപ്പിൻ്റെ ഭംഗി ഇരിക്കുന്നത്. ഇതിൽ കുറേ ഞാൻ മിസ്റ്റേക്ക് കുറേ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറയാം. അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്, നല്ല പെർഫെക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മുകളിൽ ചെയ്ത രീതിയിൽ തന്നെ താഴെ ഇങ്ങനെ ചെയ്യുക. അത് തമ്പ് അങ്ങനെ വെച്ചിട്ട് ചുളുക്കി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അകത്തോട്ട് മടക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വലിക്കുമ്പോഴത്തേക്ക് ഒരു പെറ്റലിൻ്റെ ഷേപ്പ്, ഇപ്പോഴേ പെറ്റലിൻ്റെ ഷേപ്പാണ്, ഞാൻ അത് കുളമാക്കുന്നത് കൊണ്ട് വലിച്ച് അത് ഇതിൻ്റെ ഇടയ്ക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ചെയ്യുക. അങ്ങനെ 3 പെറ്റൽസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ടോട്ടൽ. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഒന്ന് കാണിക്കുകയാണ്. കണ്ട, ഇങ്ങനെ നോക്കണം നമ്മൾ. അതായത് നമ്മൾ ഇപ്പം എല്ലാ സൈസും അതായത് എല്ലാ പെറ്റൽസും ഒരേ കണക്കാവാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ച് നോക്കി ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവും. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഈ ക്രീപ്പ് പേപ്പേഴ്സ് ഇങ്ങനെ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ്. ചെയ്യണമെന്നൊക്കെ കുറേ ആഗ്രഹമുണ്ട്. കുറേ ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി വേണം പയ്യെ ചെയ്യാൻ. ഓരോ തെറ്റുകളിൽ നിന്നല്ലേ നമ്മൾ ഓരോന്നിങ്ങനെ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ പേപ്പർ ആയാലും മതി. പേപ്പർ ആയിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നല്ലപോലെ റൗണ്ട് ചെയ്യുക. ഇവിടെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റൗണ്ട് ആക്കണമായിരുന്നു. അതായത് കുറച്ച് വലുതാവണമായിരുന്നു. കുറച്ച് വലുതായാൽ ആ ഒരു തുലിപ്പിൻ്റെ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഓരോന്നിങ്ങനെ മനസ്സിലാവുന്നത്, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. എന്നിട്ട് അതിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പീസ് കളർ തന്നെ ആ ഒരു ക്രീപ്പ് പേപ്പർ വെട്ടി ഒരു ജസ്റ്റ് അതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ ഒരു ഗോസ്റ്റിൻ്റെ ലുക്കില്ലേ. അപ്പം അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പശതി തേച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തപ്പോൾ അതിന് കയറിയും പിടിച്ചു. നല്ലപോലെ ഇതായി വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റിക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വേറെ ഒന്നും എൻ്റെ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് ആ ഒരു 3 പെറ്റൽസ് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഞാൻ കുളമാക്കുന്നുണ്ട്. ഈ നല്ലപോലെ ഇരിക്കുന്ന ഇത് കണ്ടോളൂ. ഇപ്പം ഒരു ചെറിയൊരു ഭംഗിയില്ലേ, പക്ഷേ ഈ ഭംഗി ഞാൻ കളയും. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിൽ ഞാൻ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അത് നങ്ങിപ്പോകുമ്പോഴത്തേക്ക് ആ ഒരു തുലിപ്പ് കാണുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, ആ ഭംഗി കുറച്ചും കുറയും. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്നത് താഴെ ഗ്ലൂ പുരട്ടിയാണ് ഒട്ടിക്കുന്നത്. ഇപ്പോൾ ഈ സൈഡ് അടുത്ത പെറ്റൽസ് തുടങ്ങി ആ സൈഡൊന്ന് കറക്റ്റാകാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കുളക്കണ്ട. ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മിക്കൊടുത്ത്, അതാണ് പണി പാളുന്നത്. ചെറിയൊരു ഭംഗി ഇപ്പോൾ കുറവില്ലേ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒട്ടിച്ചെന്ന് സെറ്റായതിനു ശേഷം ഇങ്ങനെ അമുക്കാതിരിക്കുക. ഞാൻ ചെയ്ത 2ാമത്തെ മിസ്റ്റേക്ക് അതാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു അമുങ്ങിയതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഒന്ന് നോക്കിയാണ്. അകത്തൂടെ വേറൊരു ഈർക്കിലിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പോയതൊന്ന് കറക്റ്റാക്കാൻ വേണ്ടി നോക്കിയാണ്. എന്നിട്ട് നമുക്ക് ഈ ഈർക്കിലൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ഗ്രീൻ ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലിത്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മളുടെ അതുമായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഞാൻ നല്ലപോലെ ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും, കാരണം ഒട്ടാതിരിക്കാൻ പാടില്ലല്ലോ, എങ്ങനെയെങ്കിലും നല്ലപോലെ അതിൽ ഒട്ടിച്ചെടുക്കുക. ക്രീപ്പ് പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച കണക്ക് നിൽക്കില്ല. നമ്മളതിനനുസരിച്ച് നമ്മളങ്ങോട്ട് തള്ളിക്കൊടുത്താൽ, അതായത് പിടിച്ചു കൊടുത്താൽ അത് ശരിയാവത്തുള്ളൂ. ഇങ്ങനെ കുറച്ച് ഞാൻ ആ ഒരു വൃത്തിയിൽ ഇതാക്കാൻ വേണ്ടി കുറച്ച് പൊക്കിയാണ് ചെയ്യുന്നത്. ഇതേ കണക്ക് ഇങ്ങനെ പൊക്കി ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുകയാണ് ഞാൻ അവിടെ കിടന്ന്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ബാക്ക് പാനസ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഏകദേശം 3 മിസ്റ്റേക്കാണ് ഒന്ന് ചെയ്തത്.
അടുത്ത മിസ്റ്റേക്ക് ഇതാ വരുന്നുണ്ട്. അപ്പം ലീഫ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരെണ്ണം ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മിസ്റ്റേക്ക്. കണ്ടോ, ആ ഒറ്റ തവണ ഇങ്ങനെ കേൾ ചെയ്താൽ മതി, ഞാൻ ഇരട്ടിച്ചങ്ങ് ചെയ്തു. അതായിരുന്നു എൻ്റെ ഇതിലുള്ള മിസ്റ്റേക്ക്. ഒറ്റ തവണ ചെയ്താൽ അത് കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ പൊങ്ങിയെന്നാണ്. ഞാൻ 2-3 തവണ അങ്ങ് ചെയ്തു. കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് കുറേ നാളായി. അത് നല്ല ഇതോടെ നിൽക്കാൻ വേണ്ടി നോക്കി എന്തോ കുറച്ച് മുകളിലോട്ടും കൂടി ഒട്ടിച്ചു. എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി സാധനമായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.